നമസ്കാരം. ഐഡിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസിൻ്റെ വ്യൂസ് വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അതിന് തമ്പനയിൽ. പ്രൊഫഷണലായി ഹൈ ക്വാളിറ്റി തമ്പനയിൽ എങ്ങനെ നിർമ്മിക്കാം എന്നതാണ് പുതിയ വീഡിയോ. നേരെ വീഡിയോയിലേക്ക്. ഇതാണ് പിക്സലാബ്. ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ സെൻട്രലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ന്യൂ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അത് സ്വാഭാവികമായിട്ടും അത് ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളതിലൊന്ന് ടച്ച് ചെയ്ത് കണ്ടോ, ഇത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് വളഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു ആരോ കണ്ടോ, ഒരു ഓപ്ഷൻ കണ്ടോ. അപ്പോൾ അതിലൊന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ഇത് തിരിക്കാനും ചരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ റൈറ്റ് സൈഡിലെ മുകളിലായിട്ട് ഒരു 3 ഡോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്നത് പോലെ തന്നെയുള്ള 3 ഡോട്ട്സ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് 1, 2, 3, 4 5ാമത്തെ ഓപ്ഷൻ ഇമേജ് സൈസ് കസ്റ്റം ആ ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത്. നമുക്ക് അതിൻ്റെ ഡ്രോപ്പ് ഡൗണിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് യൂട്യൂബ് ചാനൽ ബാനർ, യൂട്യൂബ് തമ്പനെയിൽ, ഫേസ്ബുക്ക് കവർ ആർട്ട്, അപ്പോൾ ഇതുപോലെയുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിനകത്ത് യൂട്യൂബ് തമ്പനെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സൈസ് ഇതിനകത്ത് കാണിക്കും. 1280 × 720 ആണ് യൂട്യൂബ് തമ്പനെയിലിൻ്റെ സൈസ്. അപ്പോൾ നമുക്കിത് ഓക്കെ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ കണ്ട ആ ഒരു ഇൻ്റർഫേസ്, അപ്പോൾ ആ ഒരു ഇമേജ് സൈസ് സെറ്റായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ടിലൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ താഴെ 1, 2, 3, 4 ഇത് കണ്ടോ, 4ാമത്തെ ഐക്കണിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാം കളറ്. അതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇത് ചെയ്താൽ പല കളറുകൾ കാണാം കേട്ടോ. നമുക്കത് ടച്ച് ചെയ്യുന്നതനുസരിച്ച് ഇഷ്ടപ്പെട്ട കളറ് ഏത് വേണമെങ്കിലും ടച്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്കത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ അത് പോരാ എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലൊരു പ്ലസ് കണ്ടോ, അപ്പോൾ അതിൽ നിന്നും നമുക്കിങ്ങനെ കളറുകൾ സെലക്ട് ചെയ്യാം. അപ്പം ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനൊരു കളറ് ഈ ഒരു കളർ ഞാനിത് സെലക്ട് ചെയ്യുകയാണ്. റൈറ്റ് സൈഡിൽ ഒരു ക്രോസ് ഉണ്ട്, വെള്ളം ടിക്കും ഉണ്ട്. ക്രോസ് വേണമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനുള്ളതാണ്. ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാനുള്ളതാണ് ടിക്ക്. അപ്പോൾ അത് സെലക്ട് ആയിട്ടുണ്ട്. കളറ് നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഈ ടെക്സ്റ്റിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഇത് സെലക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബ് ട്യൂട്ടോറിയൽ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ കൊടുക്കാം. കണ്ടോ, ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്തത് കൃത്യമായിട്ട് ഇപ്പോൾ യൂട്യൂബ് ട്യൂട്ടോറിയൽ എന്നുള്ളത് ശരിക്കും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ എന്ന് പറയുന്ന ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എഡിറ്റ് ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ റൈറ്റ് സൈഡിലോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ ടി എന്ന പോലെ 2 ടീയുടെ രീതിയിലുള്ള ഒരു ഐക്കൺ ഉണ്ട്. അത് നമുക്ക് ഫോണ്ട് സൈസ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്കിവിടെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ളൊരു സൈസ് എടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഈ സൈസ് ഓപ്റ്റ് ചെയ്യുന്നു. ടിക്ക് കൊടുക്കുമ്പോൾ അത് ഓക്കെ ആയി. അപ്പം നമ്മൾ തമ്പനയിലായതുകൊണ്ട് ഒരാൾക്ക് പെട്ടെന്ന് വായിക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല ലാർജ് സൈസിലുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എന്താ ഇവിടെ ഫോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു AB എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അത് ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. അത് ഫോണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം മുകളിലും താഴെ പല ടൈപ്പിലുള്ള ഫോണ്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കോമണായിട്ട് യൂസ് ചെയ്യുന്ന ആംറസ്ലർ എന്ന് പറയുന്ന ഒരു ഫോണ്ടാണ്. അതിൻ്റെ മുകളിലും പല രീതിയിലുള്ള ഫോണ്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആംറസ്ലർ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ കൊടുത്തു. കണ്ടോ, ഇപ്പോൾ ഇത് കുറച്ച് പെട്ടെന്ന് ഒരാൾക്ക് കാണാൻ വായിക്കാൻ എളുപ്പമുള്ള രീതിയിലുള്ളൊരു ഫോണ്ടാണ്. ഈ ടെക്സ്റ്റ് ഇങ്ങോട്ട് താഴോട്ട് ഈ സൈഡിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ഒരു ഐഡിയ പരമായിട്ട് അത് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊന്നും കാണിച്ചു തരുന്നത് മാത്രമാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഇതൊരു യൂട്യൂബിൻ്റെ ഒരു ചാനലായതുകൊണ്ട് യൂട്യൂബ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഇതായതുകൊണ്ട് നമുക്ക് യൂട്യൂബിൻ്റെ ഒരു എംബ്ലോ അതുപോലെ എന്തെങ്കിലും ഒന്ന്
ഇതിലൊന്ന് നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ മുകളിലായിട്ട് ഒരു പ്ലസ് ചിഹ്നം ഉണ്ടാവും. അതിലൊന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴോട്ട് വരുമ്പോൾ കാണാം ഫ്രം ഗാലറി. അതായത് ഗാലറിയിൽ നിന്ന് എന്തെങ്കിലും പിക്ചേഴ്സ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഗാലറി ഓപ്പൺ ചെയ്യാം. യൂട്യൂബിൻ്റെ ഐക്കൺ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് സെലക്ട് ചെയ്യണം. ടിക്ക് എടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് സെലക്ഷനായി തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റും. ഇത് കൂട്ടാനും കുറയ്ക്കാനും എല്ലാം നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇത് ഇവിടെയായിട്ടൊന്ന് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ മലയാളത്തിൽ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാം എ എന്ന് പറയുന്ന ബട്ടൺ ഇവിടെ ആക്റ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് പ്ലസ് ആ പ്ലസ്സിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ടെക്സ്റ്റ് മെസ്സേജ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് നോക്കാം. ന്യൂ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഇതിലെ യൂട്യൂബ് ചാനൽ സ്പേസ് ഇട്ടിട്ട് ചാനൽ എന്നൊന്ന് ഞാൻ മലയാളത്തിൽ എഴുതി കൊടുത്തു ഓക്കെ കൊടുത്തു. ഇതങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെയും ഫോണ്ട് സൈസ് ഒന്ന് സ്വല്പം ഒന്ന് വലുതാക്കി ഓക്കെ കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്തു. ആ റിസൾട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇട്ടത്. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതിങ്ങനെയായിട്ടിട്ട് ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് മറ്റെന്തെങ്കിലും പിക്ചേഴ്സ് ഒന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രം ഗാലറി സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് പിക്ചേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാതെ ഇങ്ങനൊരു പിക്ചർ ഞാനിത് നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇങ്ങനൊരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതുപോലെ തന്നെ വലുതാക്കാനും ചെറുതാക്കാനൊക്കെ സാധിക്കണ്ട. ഇങ്ങനെയാണ് ഞാനിത് വെച്ചത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. നമുക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ ചാനലിൻ്റെ എംബ്ലോ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ നോക്കി ഈ ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് മെസ്സേജ് വേണമെങ്കിൽ നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിൽ സ്ട്രോക്ക് കൊടുക്കാൻ പറ്റും, ഷാഡോ കൊടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഇതിനകത്തൊരു സ്ട്രോക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനേബിൾഡ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അത് ആക്റ്റീവാക്കി ടിക്ക് ചെയ്താൽ സ്ട്രോക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനകത്തിനിപ്പോൾ വേറെയും ഇതിനകത്ത് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് റിഫ്ലക്ഷനുണ്ട്, കർവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഒരു ആ ടെക്സ്റ്റ് മെസ്സേജ് സെലക്ട് ചെയ്തിട്ട് ആ കർവിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു തരാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വളയ്ക്കാൻ മുകളിലോട്ടും താഴോട്ടൊക്കെ വളയ്ക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഓരോ കാര്യങ്ങൾ സാവകാശം ചെയ്യുക. ഞാനിപ്പോൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ആ ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി അത് സെലക്ഷനായി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട് എടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി അടുത്ത കാര്യങ്ങൾ. അപ്പോൾ അതിന് നമ്മൾ റൈറ്റ് സൈഡ് മുകളിൽ തന്നെയുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് അതിനുശേഷം എക്സ്പോർട്ട് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. എക്സ്പോർട്ട് ഇമേജ്. അപ്പോൾ അതിനകത്ത് ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പോൾ കസ്റ്റമാണ് കിടക്കുന്നത്. അതിൽ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് അൾട്ര എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറ്റി സേവ് ടു ഗാലറി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യണേ. ഈ ഫയൽ ഇവിടെയുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്. HD ക്വാളിറ്റി തന്നെ നമുക്കത് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സാവകാശം ഓരോരോ ഓപ്ഷൻസായിട്ട് ചെക്ക് ചെയ്ത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും കമൻറ്റ് ബോക്സിൽ വരാവുന്നതാണ്. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് അവരവരുടെ ഐഡിയാസും കൂടി അതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ നല്ല സൂപ്പർ തംബ്നൈൽ നമുക്ക് ഇതുവഴി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.